ഹരിയാനയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഹിമാനി നർവാളിൻ്റെ മൃതദേഹമടങ്ങിയ സൂട്ട് കേസുമായി പ്രതി പോകുന്ന ദൃശ്യങ്ങൾ 24 കിട്ടി. നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, നേരത്തെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളത് പോലെ ഈ ഹിമാനിയെ കൊലപ്പെടുത്തി സൂട്ട് കേസിലാക്കിയിട്ടാണ് ഇയാൾ കൊണ്ടുപോയത്. ഈ സൂട്ട് കേസിൽ നിന്നാണ് ഇവരുടെ മൃതദേഹം കിട്ടിയത്. അതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. വളരെ ആസൂത്രിതമായിട്ടാണ് പ്രതി സച്ചിൻ ഈ കൊലപാതകം നടത്തിയത് എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ. ഈ ബ്രീഫ് കേസിൻ്റെ ഉള്ളിൽ ഒരാളിൻ്റെ മൃതദേഹമുണ്ട് എന്ന് മനസ്സിലാക്കുക. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നു. ബൽറാം, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ ഹിമാനി നർവാളിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സച്ചിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇന്നലെ വൈകിട്ട് കോടതി 3 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രതിക്കെതിരായ കൂടുതൽ തെളിവുകളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പ്രതി സച്ചിൻ ഈ ഹിമാനിയെ കൊലപ്പെടുത്തി ഹിമാനി താമസിച്ച വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു സൂട്ട് കേസിൽ തന്നെ ഈ മൃതദേഹം ഒളിപ്പിച്ച ശേഷം ഈ സൂട്ട് കേസുമായി നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഹിമാനിയുടെ വീടിന് സമീപം റോത്തക്കിലെ വിജയ് നഗറിന് സമീപമുള്ള CCTVയിൽ നിന്നും ശേഖരിച്ചതാണ് ഈ ദൃശ്യങ്ങൾ. ഇതിനുശേഷം ഒരു ഓട്ടോയിൽ പ്രതി സാംബ്ല ബസ് സ്റ്റാൻഡിനടുത്തേക്ക് പോകുന്നു. ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ ഓട്ടോക്കാരൻ സംശയിക്കുന്നില്ല. തുടർന്ന് ബസ് സ്റ്റാൻഡിന് സമീപം ഇറങ്ങിയ പ്രതി ഈ സൂട്ട് കേസുമായി ആളൊഴിഞ്ഞ ഒരു ഭാഗത്തേക്ക് ദേശീയപാതയോരത്ത് പോയി കുറ്റിക്കാട്ടിനുള്ളിൽ ഈ സൂട്ട് കേസ്, മൃതദേഹം അടങ്ങിയ സൂട്ട് കേസ് ഉപേക്ഷിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കൂടാതെ ഹിമാനിയുടെ വീട്ടിൽ നിന്നും കവർന്ന ആഭരണങ്ങൾ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവ പ്രതി കൊണ്ടുപോവുകയും തൻ്റെ റോത്തക്കിലുള്ള കടയിൽ അവ സൂക്ഷിക്കുകയും ചെയ്തു എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഹിമാനിയുമായി പെട്ടെന്നുണ്ടായ ഒരു വഴക്കിൻ്റെ പേരിലാണ് ഈ കൊല നടന്നത് എന്ന് പ്രതി പറയുമ്പോഴും വളരെ ആസൂത്രിതമായി ഹിമാനിയെ കൊലപ്പെടുത്തി ഇത്തരത്തിൽ ഉപേക്ഷിക്കാനുള്ള പദ്ധതി പ്രതി നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു എന്ന നിഗമനത്തിലാണ് പോലീസ്. പ്രതിയെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഓക്കെ, താങ്ക് യു.